നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അന്തരീക്ഷമൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്, തണുത്ത് വരുന്നുണ്ട്. വൈദ്യുതി ബില്ല് കണ്ടെന്നാലും ഞെട്ടിത്തിരിക്കുന്നത്, കാരണം ആ ഒരു സമയം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി കുറച്ച് ദിവസം എനിക്കൊന്ന് മഴയൊക്കെ വന്ന് കുറച്ച് ആശ്വാസം ഉള്ള നാളുകളാണ്. അതെ, നമ്മൾ വൈദ്യുതി പ്രതിസന്ധി, അതീവ ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഇപ്പോൾ വേനൽ മഴ അപ്രതീക്ഷിതമായി തന്നെ കടന്നു വന്നത്. അപ്രതീക്ഷിതം എന്ന് പറയാം, കാരണം നേരത്തെ അങ്ങനെ വലിയ പ്രവചനങ്ങളൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമേ ആയുള്ളൂ ഈ വേനൽ മഴയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ട്. കാര്യമായി തന്നെ എല്ലാ മേഖലകളിലും അത്യാവശ്യം നന്നായി വേനൽ മഴ, ഇടിയോടുകൂടി വേനൽ മഴ പെയ്യുന്നുണ്ട്. ഈ വാർത്ത മാത്രമല്ല, കുറച്ച് ട്രോളുകൾ വരുന്നുണ്ട്. മുഖ്യമന്ത്രി പോയതിന് പിന്നെയാണ് മഴ ഇവിടെ ശക്തമായതെന്നും. അത് തമാശ രൂപേണയാണ്. ഇപ്പം മുഖ്യമന്ത്രി ഇവിടെ പോയി, അവിടെ ഇപ്പം പ്രളയമൊക്കെ വന്നു, ഇവിടെ മഴ തുടരുന്നു, അങ്ങനെ പല രീതിയിലും ട്രോളുകൾ വരുന്നുണ്ട്. അങ്ങനെ അപ്പൊ മഴ വന്നത് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. എല്ലായിടത്തും മിതമായ രീതിയിലുള്ള ആശ്വാസകരമായ മഴയാണ് ലഭിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ ഒരു വേനൽ ചൂടിന് വലിയ ആശ്വാസമാണ്. ഇനിയിപ്പോൾ നമ്മുടെ മൺസൂൺ കടന്നു വരും. നേരത്തെ തന്നെ ഇത്തവണ മൺസൂൺ കടന്നു വരും. മെയ് പകുതിക്ക് ശേഷം മൺസൂണിന്റെ വരവുണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൂടി വരുമ്പോൾ പിന്നെ മഴയാകും. പിന്നെ സ്കൂള് തുറപ്പ്, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. പിന്നെ ഈ മഴ വരുമ്പോഴാണ് പിന്നെ അറിയാലോ അതിന്റെ അസുഖങ്ങളൊക്കെ ഒരു കടന്നു വരവ് കൂടിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും ഇപ്പൊ നമുക്ക് ആ ഒരു തെരഞ്ഞെടുപ്പ് ചൂടൊന്ന് കുറഞ്ഞു. ഇവിടത്തെ ഒരു ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ മറ്റിടങ്ങളിലെ ചൂട് പടർന്നിട്ടുണ്ട്, അതേ രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അതെ, അടുത്ത ഘട്ടം ഇനിയിപ്പോ മെയ് 20-നാണ് ആരംഭിക്കുന്നത്. രാഷ്ട്രീയ വിലയിരുത്തലുകളും വാദപ്രതിവാദങ്ങൾ, അരവിന്ദ് കെജ്രിവാളിന്റെ പുറത്തിറങ്ങൽ, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം വാഗ്വാദങ്ങളും പരസ്പരം അവകാശവാദങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും രാഹുൽ ഗാന്ധിയും അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ തന്നെ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ചൂട് കുറഞ്ഞപ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചൂട് ക്രമാതീതമായി കൂടി എന്ന് വേണം പറയാൻ. വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ജൂൺ 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും, എല്ലാ മണ്ഡലങ്ങളിലെയും ഫലം അറിയാനായിട്ട്. കണ്ണൂരിലെ ആ വിഷ്ണുപ്രിയ വധക്കേസിൽ അതിന്റെ വിധി വന്നിട്ടുണ്ട്. ശ്യാംജിത്ത് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ കാമുകൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി അതിക്രൂരമായി ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിന്റെ ഫലം തീർച്ചയായിട്ടും അവൻ അനുഭവിച്ചേ പറ്റൂ എന്ന് അവരുടെ വിഷ്ണുപ്രിയയുടെ ഒക്കെ തന്നെ ബന്ധുക്കളും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ അത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ഫലം, അതിന്റെ ശിക്ഷാ നടപടി പുറത്തു വന്നിരിക്കുന്നു. കോടതി വിധി പുറത്തു വന്നിരിക്കുന്നു. ജീവപര്യന്തം കഠിന തടവാണ് ശ്യാംജിത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം തന്നെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് പോയപ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു ശിക്ഷ നേരിടുന്ന. എനിക്ക് ശിക്ഷ നേരത്തെ ഇതിനെക്കുറിച്ച് നോക്കിയാണ് കൂടിപ്പോയി ഒരു 14 വർഷം അത് ചെയ്തിട്ട് ഞാൻ അങ്ങ് ഇറങ്ങും, ആ രീതിയിലൊക്കെ ഒരു ആത്മവിശ്വാസം. അതായത് അയാള് നെറ്റിലൊക്കെ നോക്കി ഇതിന്റെ ശിക്ഷയുടെ രീതിയും അല്ലെങ്കിൽ എന്താണ് ഈ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി, എങ്ങനെ കൊല്ലാം, കൊന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റിൽ നോക്കി സെർച്ച് ചെയ്തിട്ടാണ് ഈ പെൺകുട്ടിയെ വകവരുത്തിയത് എന്നുള്ള റിപ്പോർട്ട് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ കൊലപാതകങ്ങളുടെയും അല്ലെങ്കിൽ അതിക്രൂരമായ സംഭവങ്ങളുടെയും അല്ലെങ്കിൽ ക്രമസമാധാന തകർച്ചയുടെയും ഒക്കെ ഒരു കേന്ദ്രമായി കേരളം മാറി എന്നുള്ള ദുഃഖകരമായ ഒരു അവസ്ഥയുണ്ട്. തിരുവനന്തപുരം കരമനയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. കരമനയിൽ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞൊരു കാര്യം. നമ്മളെ ആഭ്യന്തരം എത്രത്തോളം ഇപ്പോൾ പരാജിതമാകുന്നു എന്നതിൻ്റെ ഒരു ഭാഗം ഇതുകൂടെയാണ്. കാരണം എല്ലാത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു ലഹരി യൂസ് ചെയ്യുന്നത്. പിന്നെ ആൾക്കാരുടെ ഒരു ഇത് ഇപ്പൊ ഞാൻ പറയില്ലേ, ആശയങ്ങൾ തോൽക്കുന്നിടത്താണ് ഇങ്ങനെ കൈയും വടിയും വാളും ഒക്കെ ഉയരുന്നത്. അതിനൊരു പ്രശ്നം അല്ല, ഏതോ ഒരു ബാറിലുണ്ടായ ചെറിയൊരു തർക്കമാണ് ഈ ഒരു വലിയ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതും എത്ര അതിക്രൂരമായിട്ടാണ് ആ കുട്ടിയെ, ആ പയ്യനെ കൊന്നത്. അല്ല, അയാളിപ്പം എനിക്കതാണ് മനസ്സിലാവാത്തത്. കാരണം എന്തോ ആയിക്കോട്ടെ, അതിന് ഇങ്ങനെയാണ് ഒരു മറുപടി എന്ന രീതിയിൽ. കാരണം ഇത് തലക്കടിക്കുന്നു, എന്നിട്ടും ഈ ഹോളോ ബ്രിക്സ് ഇടുന്നു, അത് എന്നിട്ടും അതിന്റെ ഒരു അരിശം വീണ്ടും ഇട്ടിട്ട് നോക്കുന്നു. ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്കാണ്. എത്ര ക്രൂരമായ ആ ഒരു കൊലപാതകങ്ങളാണ്. കൊല്ലുന്നത് പണ്ടൊക്കെ വെട്ടിക്കൊല്ലുക, കുത്തിക്കൊല്ലുക എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇത്തരത്തിൽ അതിക്രൂരമായി മർദ്ദിച്ച്, സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച്, മറ്റ് വേദനകൾ എടുപ്പിച്ച്, കല്ല് നെഞ്ചത്തേക്കിട്ട്, ഇങ്ങനെയൊക്കെയാണ് കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യില്ല. മൃഗതുല്യനും അല്ലെങ്കിൽ മൃഗങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായിട്ട് മാറിയിരിക്കുന്നു. മനുഷ്യന്റെ ആ ഒരു മനസ്സ് അതിക്രൂരമാകുന്നു. ചോര കണ്ട് ചിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നത് എത്ര സങ്കടകരമാണ് എന്ന് നമ്മൾ ഓരോ വാർത്ത കേൾക്കുമ്പോഴും നമുക്കിങ്ങനെ തോന്നുകയാണ്. അതെ, ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആക്രമണം എന്തിനും ഇപ്പോൾ പറഞ്ഞു നിൽക്കാൻ പറ്റാത്തടത്ത് ഇപ്പോൾ ആക്രമണമാണ് ഡയറക്റ്റ് ആയിട്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ റോഡിലൂടെ നമ്മൾ പോകുമ്പോഴും അതാണ് അവസ്ഥ. ഇപ്പം ഒന്ന് വണ്ടി പോയിട്ട് ഒന്ന് അധികം വഴി കൊടുത്തില്ലെങ്കിൽ അടുത്ത ഭാഗത്ത് തെറിയായിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങിയ ഒരു അടിയായിരിക്കും. നമുക്ക് ഇവിടെ സ്വയമായിട്ട് ഇറങ്ങാൻ പറ്റില്ല. അതിപ്പം അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു വിവാദ പരാമർശം, അതിന്റെ ബാക്കി എന്നോണം ഇപ്പോൾ ഉണ്ടായത് ബോംബ് എറിഞ്ഞ് ആ വീടിന് നേരെ. അവിടെ പറഞ്ഞ് നമുക്കറിയാം, അദ്ദേഹം പരാമർശം നടത്തി, സ്ത്രീ വിരുദ്ധ പരാമർശമാണ്. അദ്ദേഹം തെറ്റ് സമ്മതിക്കുകയും ചെയ്തു, അദ്ദേഹം മാപ്പ് പറഞ്ഞു. അവിടെ അടുത്തതായി ഉണ്ടായത് എന്താണ്, ആ വീടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു.
അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ മാത്രമല്ല അത് രാഷ്ട്രീയമായി കൂടി അതിനെ ഏറ്റെടുത്തിരിക്കുന്നു. ഒരു പരാമർശമുണ്ടായി, അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിച്ചു. അതിനെ ആ രീതിയിൽ എടുക്കുക, നിയമപരമായ നടപടികൾ മുമ്പോട്ട് പോകട്ടെ. പക്ഷേ ഈ സൈബർ ട്രോളുകളും അല്ലെങ്കിൽ ഈ സൈബർ കമ്മ്യൂണുകളും CPM-ന്റെ സൈബർ കമ്മ്യൂണുകളൊക്കെ തന്നെ ഈ KS ഹരിഹരനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെയും KK രമയെയും ഒക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് എത്ര അപകീർത്തികരമായ ട്രോളുകളും പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക്, അതായത് കലാപാഹ്വാനം വരെ സൃഷ്ടിക്കുന്ന രീതിയിലേക്കുള്ള ചില ട്രോളുകളും വീഡിയോകളും ഒക്കെ തന്നെ, വീഡിയോകളും അതുപോലെ ചിത്രങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ CPM സൈബർ കമ്മ്യൂണുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. ഈ യാദൃശ്ചികമായിട്ടുണ്ടായ ഒരു കാര്യം, ഏതാനും ആഴ്ചകൾക്ക് മുൻപ്, ഒരു 2 ആഴ്ച മുമ്പാണ് ഞാൻ ഡെസ്കിലിരിക്കുമ്പോൾ രാജ്മോഹൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ RMPയുടെ ഒരു KS ഹരിഹരൻ ഉണ്ടല്ലോ, കാരണം ഇദ്ദേഹം പണ്ടുകാലത്ത് ഈ RMP രൂപീകരിച്ചതും തുടർന്ന് TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് എല്ലാ ചർച്ചകളിലും, ചാനൽ ചർച്ചകളിലും കൃത്യമായി തന്നെ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതായത് RMPയുടെ ഒരു മുഖമായിരുന്നു KS ഹരിഹരൻ. KS ഹരിഹരനും N വേണു. അപ്പം കുറെ കാലങ്ങളായിട്ട് ഇദ്ദേഹത്തെ പറ്റി അറിവൊന്നുമില്ല. മാത്രമല്ല തിരുവനന്തപുരത്ത് അവിടെ പുത്തരിക്കണ്ടം മൈതാനത്ത് RMPയുടെ ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് ഇദ്ദേഹമാണ്. അപ്പോൾ ആ പരിപാടി ഞാൻ മറ്റൊരു മാധ്യമത്തിലായിരുന്നു റിപ്പോർട്ട് ചെയ്യാൻ പോയത് ഞാനാണ്. അന്ന് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുകയും ചെയ്തിരുന്നു. KS ഹരിഹരന്റെ വിവരമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ രാജ്മോഹൻ ചേട്ടനോട് ചോദിക്കുകയും, ചേട്ടൻ ശരിയാണ്, അദ്ദേഹത്തെ കണ്ടിട്ടും അദ്ദേഹം ഇതുപോലെ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ടും കുറെ കാലമായല്ലോ എന്ന് പറയുകയും ചെയ്തു. അതിന് ഏതാനും ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് ഇദ്ദേഹത്തിന്റെ ഈ വിവാദ പ്രസ്താവന ഉണ്ടാകുന്നത്. അങ്ങനെ ഹരിഹരന് കയറി അങ്ങ് ഹിറ്റായി എന്നുള്ളതാണ്. ശരിക്കും വാർത്തകളിൽ വലിയ തോതിൽ നിറഞ്ഞു നിന്നു. RMPക്ക് ഇത്തരത്തിൽ ഒരു നേതാവ് ഉണ്ടായിരുന്നു, ശക്തനായ ഒരു നേതാവാണ് അദ്ദേഹം. CPM-ൽ ഉണ്ടായിരുന്നപ്പോഴും വളരെ പക്വമതിയായ ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ കരുതിയിരുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ പരാമർശം നടത്തും എന്ന് നമ്മളാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. അദ്ദേഹം അത് പറഞ്ഞ് അത് വലിയ തോതിൽ അത് വക്രീകരിച്ച് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറയേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അത്തരത്തിൽ പലരെയും ചേർത്ത് വെച്ചുകൊണ്ട്, ഒരു സിനിമാ താരത്തെയോ അല്ലെങ്കിൽ ഒരു അഭിനേത്രിയും അവിടുത്തെ സ്ഥാനാർത്ഥിയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു പരാമർശം നടത്തേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അദ്ദേഹം അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശരിക്കും തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന അല്ലെങ്കിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. ഈ വർഗീയ പരാമർശം അവിടെ ശൈലജ ടീച്ചർ ഷാഫി പറമ്പിൽ വന്നതുകൊണ്ടുള്ള ആ ഒരു CPM-ന്റെ ചില നയങ്ങൾ, തിരിച്ച് UDF-ന്റെ ചില തിരിച്ചടികൾ അല്ലെങ്കിൽ UDF-ന്റെ ചില വാഗ്വാദങ്ങൾ, അങ്ങനെ പലതും അവിടെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വടകരയിൽ ഇത്തരത്തിൽ ഒരു പരാമർശവും KS ഹരിഹരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു. അത് രാഷ്ട്രീയമാക്കി മാറ്റിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ CPM. സ്ത്രീവിരുദ്ധതയാണ്, സ്ത്രീവിരുദ്ധ പരാമർശം അതിനകത്തുണ്ട്. പക്ഷേ ഈ എല്ലാത്തിനെയും അങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ആ രീതിയിൽ പോകുന്ന CPM-ന്റെ സൈബർ കമ്മ്യൂണുകൾ, കാരണം അതിനകത്ത് കുറേ സത്യങ്ങളും അസത്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. യാഥാർത്ഥ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് വ്യക്തിപരമായി തന്നെ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ട്രോളുകളും ഒക്കെയാണ് വരുന്നത്. ഒരു നിയമപരമായി നീങ്ങിക്കോട്ടെ അല്ലേ, അങ്ങനെ തന്നെയാണ് അദ്ദേഹവും പറയുന്നത് അല്ലേ. ഇത് നമ്മളൊരു പരിധി കഴിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, അതിനുള്ള ഒരു മാപ്പ് പറഞ്ഞു. എന്നാലും അതൊരു സ്ത്രീവിരുദ്ധ പരാമർശം അതങ്ങനെ തന്നെയാണ്. അത് കേസുകളിലെ ഇപ്പം അല്ല സ്ഥലത്തെ അതിന് കേസ് കൊടുക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇപ്പൊ ഇയാളൊരു പരാമർശം കാരണം ആ വീട് മൊത്തം, ആ കുടുംബത്തിന് നേരെയാണ് ഇവർ ആക്രമണം അയച്ചു. ശരിക്കും പൊട്ടിയില്ല. അതെ, വീണുപോയി. ഇതാണ് നമ്മുടെ ഒരു കാര്യം. കാരണം ഇവർക്കുള്ള ഒരു രീതി, അതായത് എങ്ങനെയും നമ്മൾ പറയല്ലോ അഗ്രസീവ് ആയിട്ടൊരു രീതി. ഇപ്പം ആശയം നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ആ ഒരു മറ പറ്റിയാണ് ഇവരൊക്കെ വരുന്നത്, ആ ഒരു രീതി. കാരണം ഇപ്പോൾ നവകേരള സദസ്സിലെ ഒരു അടിപിടി തന്നെയാണ്, അവരൊക്കെ അത് കാണിക്കാൻ. അപ്പൊ അത് തന്നെ ബാക്കിയും തുടരുന്നത്. അവിടെ നമുക്ക് പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതവിടെ തീരേണ്ട കേസ്. ഇപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു സ്ത്രീവിരുദ്ധ പരാമർശം പറയുന്നത് അവര് ഒട്ടും മോശക്കാരൊന്നും അല്ലല്ലോ, ഇതിനെ കുറിച്ച് പറയുന്നതാണല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആ രീതിയിൽ, കാരണം രാഷ്ട്രീയമാണ്. മാത്രമല്ല മൈക്കിന് മുന്നിൽ വരുമ്പോൾ ചിലപ്പം ആർക്കും ചിലപ്പോൾ എന്തും പറഞ്ഞു പോവാം, ആ ഒരു ആവേശത്തിൽ ചിലപ്പോൾ പലതും പറഞ്ഞു പോവാം. അപ്പൊ അത് എന്നിട്ട് ഏറ്റു പറയും. എനിക്ക് തോന്നുന്നു അതിന് അധികം മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഉടൻ തന്നെ അത് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ അംഗീകരിച്ചതിന് ശേഷം എന്നാൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോട്ടെ. അത് തന്നെ. അതിനുശേഷം ഈ പ്രതികാര ബുദ്ധിയോടെ വീണ്ടും വീടാക്രമിക്കുക, പിന്നെ അദ്ദേഹത്തിനെതിരെ ഒരു വലിയ പടയഴിച്ചു വിടുക, അതിന്റെ ആവശ്യം. അതുപോലെ സൈബർ ആക്രമണം നടത്തുക, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അടക്കം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, അവരെ അടക്കം അപമാനിക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണം, ഇതൊന്നും ശരിയായ ഒരു ജനാധിപത്യ രീതിയല്ല. നമുക്ക് എതിർക്കാം, ആശയപരമായി എതിർക്കാം, അല്ലെങ്കിൽ നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ആ വഴിക്ക് തന്നെ, അതായത് ഒരാൾ വിവാദ പരാമർശം നടത്തി, അയാൾ ഖേദം പ്രകടിപ്പിച്ചു, എന്നാലും നിയമപരമായി തന്നെ അത് കേസ് കൊടുക്കുക. ഇന്ന സ്ത്രീത്വത്തെ അപമാനിച്ചു, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി. ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, DYFI തുടങ്ങിയ സംഘടനകളും ഒക്കെ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷവും അദ്ദേഹത്തെ പല രീതിയിൽ വേട്ടയാടുന്ന രീതി, അല്ലെങ്കിൽ ആ വേട്ടയാടുന്ന ആ ഒരു നയം, അത് എത്രത്തോളം അത് അംഗീകരിക്കാൻ പറ്റും, രാഷ്ട്രീയമായി അംഗീകരിക്കാൻ പറ്റും എന്ന് നമുക്കറിയില്ല, രാഷ്ട്രീയക്കാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുപോലെ മാധ്യമങ്ങളടക്കം ഈ വിഷയം വളരെ, ചില മാധ്യമങ്ങൾ ഇത് വളരെ ബോധപൂർവം അത് അങ്ങനെ കൈകാര്യം ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയമുണ്ടാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആ ഒരവസ്ഥ
എല്ലാ മാധ്യമങ്ങൾക്കും ചിന്തകൾക്കും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഏത് രീതിയിൽ അത് പ്രകടമാകും. ഇപ്പോൾ RMPക്ക് നല്ല ശക്തിയുള്ള ഒരു കേന്ദ്രമാണ് RMP, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന TP ചന്ദ്രശേഖരൻ CPM-ൽ നിന്ന് ഇറങ്ങിയുണ്ടാക്കിയ പ്രസ്ഥാനത്തിന് വളരെയധികം ശക്തിയുള്ളൊരു മേഖലയാണ് വടകര മേഖല. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലൊരു സംഘർഷം ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദാരുണമായ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇവർക്ക് അതിനകത്ത് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ കേരളത്തിൻ്റെ ക്രമസമാധാന നിലയെ അല്ലെങ്കിൽ രാഷ്ട്രീയ സമാധാനത്തെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തും അല്ലേ? അതെ, അങ്ങനെയാണ്. മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഒരു സ്ത്രീ ആണ് ഒരു ഇരവാദം മുഴക്കുക, അത് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് തന്നെ എനിക്കൊന്ന് വെറ്റിനറി കോളേജിൽ, വയനാട് വെറ്റിനറി കോളേജിൽ അന്ന് തന്നെയാണ് ഈ ഒരു ഇതിനെ നേരിട്ടത് തന്നെ ഒരു വനിതാ സഹാബി ഇറക്കി അവരെ വെച്ചിട്ട് കംപ്ലൈന്റ് കൊടുത്ത് അങ്ങനെ രീതിയാണ്. എല്ലാത്തിനും ഒരു സ്ത്രീകൾ, അപ്പം ഇതും അതുപോലെ തന്നെയാണ്. ഒരു സ്ത്രീയുടെ ഒരു മറ പിടിച്ച്, സ്ത്രീ എന്നൊരു പേരിൽ ഒരു മറ പിടിച്ച് അത് വല്ലാതെ രീതിയിൽ അത് മറ്റു രീതിയിലൊക്കെ കൊണ്ടുപോയിട്ട് അവർ ആ ഒരു സെന്റിമെന്റ്സ് അപ്രോച്ചിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ എനിക്കൊന്ന് ഈ വടകരയിലെ ഈ ഒരു വിവാദം തന്നെ, ഈ ഒരു വീഡിയോ വിവാദം തന്നെ അങ്ങനെയൊക്കെയാണ് ഉടലെടുത്തത്. കാരണം ഏറ്റവും നല്ലൊരു എതിരാളിയെ തന്നെ കിട്ടി. അപ്പൊ അതിന്റെ രീതിയിലേക്ക് വന്നു. പിന്നെ ലാസ്റ്റ് അത് തെറ്റ് സമ്മതിച്ചു. ഈ രീതിയിലൊക്കെ ഈ ഒരു ഞാൻ പറയില്ലേ, സ്ത്രീകളുമായിട്ടുള്ള ആ രീതി വെച്ച് സ്ത്രീകളെ മുൻനിർത്തി ആ ഒരു ഇരവാദം മുഴക്കി അതിന്റെ സെന്റിമെന്റ്സിലൂടെ കടന്നു പോയിട്ട് അതിപ്പോൾ വല്ലാണ്ട് നമ്മൾ ഇത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല. അങ്ങനെ അല്ലായിരുന്നു അവരുടെ രീതി. നേരത്തെ പറയുമ്പോൾ തന്നെ ആശയങ്ങൾ ജയിക്കുന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഇപ്പം ദുർബലമായ കാര്യങ്ങൾ കൊണ്ട് ആളുകളെ എങ്ങനെ രീതി, കാരണം ഇതൊക്കെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരു ദിവസം ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു വിഷയമാണ്. അതിനെ വീണ്ടും തുടർക്കഥയാക്കി കൊണ്ടുപോകുക, ഇതുപോലെ തന്നെ വലിയ രീതിയിൽ വീണ്ടും അന്തരീക്ഷത്തിൽ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിനെയും രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. മാത്രമല്ല അതിനെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ ഇവർക്ക് മൈലേജ് കിട്ടുന്നതിനൊപ്പം തന്നെ ആ സിനിമാ അഭിനേതാവിനെയും അല്ലെങ്കിൽ അവിടുത്തെ വനിതാ സ്ഥാനാർത്ഥിയും ഒക്കെ വീണ്ടും വീണ്ടും ആൾക്കാർ എടുത്തു പറയുകയാണ്. സത്യം പറഞ്ഞാൽ അവരെ വീണ്ടും വീണ്ടും അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ കൊണ്ടുവരുമ്പം അങ്ങനെയാണ് വരുന്നത്. ഇവർ ചിലപ്പോൾ ചിരിച്ചു തന്നെ അവരെ സംബന്ധിച്ച് അവര് ഈ ഒരു വിഷയത്തിൽ എന്തെന്ന് പോലും അറിഞ്ഞൂടാതെ ഈ ഒരു എന്താ പറയാനാണ് ആ ഒരു ഇതിൽ ഒരു സർക്കിളിൽ പോലും ഇല്ലാത്ത ഒരാളാണ്. അവർക്ക് ഇപ്പൊ അവർക്കും കൂടെ ചിലപ്പോൾ അവരെ മെൻഷൻ ചെയ്ത് അവരെ ടാഗ് ചെയ്തൊക്കെ ഓരോ പരാമർശങ്ങളും വരുന്നത് വ്യക്തിപരമായിട്ട് അവരെ കൂടെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഒരു കേസിന് ഒരു പരാമർശത്തിന് രണ്ടുപേരെ വലിച്ചിട്ട് അത് മൊത്തം സ്ത്രീകളിലേക്ക് വ്യാപിപ്പിച്ച് എല്ലാവരെയും കൂടെ ഒരു ആകെ കൂടെ ഒരു അവിയൽ പരിവാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം ഇപ്പം KS ഹരിഹരൻ അങ്ങനെ ഒരു ചരിത്രമുള്ള വ്യക്തിയല്ല. അദ്ദേഹം നേരത്തെ നന്നായി അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. കുറെ കാലം അദ്ദേഹം രാഷ്ട്രീയത്തിൽ അത്ര സജീവമായിരുന്നില്ല. അതെന്തുമാകട്ടെ, പക്ഷേ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയെ ഇത്തരത്തിൽ വളച്ചൊടിച്ച് അല്ലെങ്കിൽ അതിനെ എന്തുമാകട്ടെ അദ്ദേഹം സ്ത്രീവിരുദ്ധത നടത്തി എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം മാപ്പ് പറഞ്ഞത്. അദ്ദേഹം മാപ്പ് പറഞ്ഞു, അത് തീർച്ചയായിട്ടും അത് അംഗീകരിക്കുന്നു. നിയമപരമായി അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയും എടുക്കണം, അല്ലെങ്കിൽ നിയമപരമായി അദ്ദേഹം അത് നേരിടാൻ തയ്യാറുമാണ്. അദ്ദേഹത്തിനെതിരെ നിയമപരമായി കേസും കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിയമത്തിൻ്റെ വഴി തന്നെ പോകണം. അദ്ദേഹം സ്ത്രീവിരുദ്ധ പരാമർശം അതിൽ നടത്തിയിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തെ ശിക്ഷിക്കുകയും വേണം. അത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ ഇതിങ്ങനെ വ്യാപിപ്പിച്ചുകൊണ്ട്, പല രീതിയിൽ വ്യാപിപ്പിച്ചുകൊണ്ട്, മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞതിനെ വളച്ചൊടിച്ചുകൊണ്ട്, ട്രോളുകളും അങ്ങനത്തെ ഈ എന്താ പറയുക, സൈബർ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനെ പല രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട്, ഇദ്ദേഹം ഇതിന് മുൻപ് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടി ഇതാണ്, ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് പലതരത്തിലുള്ള സൈബർ ഇടങ്ങളിൽ, CPM സൈബർ ഇടങ്ങളിലൊക്കെ പല പോസ്റ്റുകളും ട്രോളുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതായത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. പക്ഷേ അതിനകത്ത് പലതിലും യാഥാർത്ഥ്യമില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ സ്ത്രീവിരുദ്ധത എന്നുള്ളത് ഇങ്ങനെ പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഒരാൾ സ്ത്രീവിരുദ്ധത പറഞ്ഞു, ഒരാൾ സ്ത്രീയെ അപമാനിച്ചു, അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട്, അതിങ്ങനെ എല്ലായിടത്തും എത്തിച്ചുകൊണ്ട്, അതിനെ വളച്ചൊടിച്ചുകൊണ്ട്, അതിനെ വലിയ വാർത്തയാക്കിക്കൊണ്ട് അതിനെ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? അതിനെ നിയമപരമായി നേരിടുകയാണ് വേണ്ടത്. അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാധ്യക്ഷൻ P. മോഹനൻ അഭിപ്രായം പറഞ്ഞു. അതുപോലെ തന്നെ അഭിനേത്രി സജിത മഠത്തിൽ അവർ ഈ പൊതുബോധത്തെക്കുറിച്ചൊക്കെ വലിയ താത്വികമായിട്ട് ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അത് പണ്ടുകാലത്തെ ഈ നാടക നടിമാരെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട്, അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വളരെ താത്വികമായ നമ്മുടെ ഗോവിന്ദ മാഷൊക്കെ നടത്തുന്ന പോലെ, MA ബേബിയും P. രാജീവും ഒക്കെ നടത്തുന്ന പോലെയുള്ള ഒരു അവലോകനം അവർ നടത്തി. തീർച്ചയായിട്ടും പ്രതികരിക്കുക. ആ വിഷയത്തിൽ കൃത്യമായി തന്നെ സാംസ്കാരിക നായകന്മാരും നായികമാരും ഒക്കെ പ്രതികരിക്കണം. അത് ശരിയാണ്. പക്ഷേ ഇതിങ്ങനെ രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് എല്ലായിടത്തും ഇത് വ്യാപിപ്പിച്ചുകൊണ്ട്, സത്യം പറഞ്ഞാൽ മലർന്നു കിടന്ന് തുപ്പുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ എന്ന ഒരു സംശയം ചില രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ തന്നെ ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ. അതെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കാര്യം, ഈ വടക്കോട്ടുള്ളവരുടെ ഒരു രീതി നമ്മളത് നോക്കുക. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുഹൃത്തിനോട് പറയായിരുന്നു. അപ്പം എൻ്റെ വൈഫിൻ്റെ നാടും കോഴിക്കോടാണ്. അപ്പം അവിടെയുള്ള ഒരു പൊതുവെയുള്ള ഒരു സംസാര രീതി എല്ലാം ഇങ്ങനെയാണ്. കാരണം
എന്താ പറയുക ഏറ്റവും ഈ ഇപ്പൊ അച്ചടി ഭാഷയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ. ഇപ്പം അവിടുത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നു അങ്ങനെ വന്നു അങ്ങനെ ആ രീതിയിലാണ് അവർ പറഞ്ഞത്. ആ ഒരു രീതിയിലായിരിക്കാം ചിലപ്പോൾ ഇത് മനഃപൂർവ്വം ചിലപ്പോൾ പരാമർശം തെറ്റ് തന്നെയാണ്, അത് ആദ്യമേ തന്നെ പറയുന്നു, വീണ്ടും പറയുന്നു. പക്ഷേ ആ രീതിയിൽ ആ ഒരു ഒഴുക്കിന് ഇപ്പൊ നാടൻ പ്രയോഗങ്ങളിലൂടെ വരും. ഇപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പം നായനാരൊക്കെ നമുക്ക് അറിയാം, ആ പെണ്ണ് എന്താണ് ഈ പെണ്ണെ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു അവസ്ഥയില്ല. അപ്പൊ നമ്മൾ ആ രീതിയിൽ അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനത്തെ രീതിയിൽ, കാരണം അത് ആരെയും ഇന്റൻഷനോടെ ചിലപ്പോൾ അത് വേദനിപ്പിക്കാനൊന്നും ആയിരിക്കില്ല. പക്ഷെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പം വലിയൊരു ജനകീയ നേതാവിനെ പോലെ അല്ല, കാരണം എങ്ങനെയാണൊരു ആ രീതിയിലേക്ക് പെരുമാറേണ്ടതെന്ന് വലിയ രീതിയിൽ ഇപ്പം നേരത്തെ പറയുന്ന പോലെ തന്നെ ഈ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടൊരു പൊളിറ്റീഷ്യൻ ആണ്. എന്നാൽ പോലും ഈ ഒരു പ്രസ്സുമായിട്ട് ഇങ്ങനെ ഇടപഴകി ചിലപ്പോൾ പരിചയമില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പരാമർശമൊക്കെ ചിലപ്പോൾ അങ്ങനെ. പക്ഷെ അതിനെ തന്നെ വീണ്ടും ഇങ്ങനെ വീണ്ടും അത് കുത്തി കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രശ്നം അത് അവർക്ക് തന്നെ അറിയാം. എനിക്കൊന്നും വടക്കോട്ടുള്ള ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ചിലപ്പോൾ അത് അറിയാം. അവരുടെ രീതി, സംസാര രീതി അങ്ങനെയാണ്, തനതായ രീതിയിൽ അങ്ങനെ വന്നതാണ് അത്. പക്ഷേ അതുകൊണ്ടാണ് അവിടുത്തെ അമളി മനസ്സിലാക്കി, ആ പറഞ്ഞ തെറ്റായി പോയെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അദ്ദേഹം ക്ഷമാപണം നടത്തിയത് കൊണ്ട് തന്നെ ആയിരിക്കണം. അതെ, ഇപ്പൊ ഓരോ പ്രദേശത്തും ഓരോ സംസാര രീതിയുണ്ട്. അതായത് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളെന്നല്ല പെണ്ണുങ്ങളെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീയെ വിളിക്കുന്ന ഒരു അല്പം കുറഞ്ഞൊരു പദമായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് അതെ പബ്ലിക് ഇപ്പൊ നമുക്കറിയാം, പബ്ലിക്കായിട്ട് ഇപ്പൊ ഒരു പണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്, വലിയ വിഷയമാണ്. അതാണ് ഒരു വ്യത്യാസം. അവിടെ പക്ഷെ അങ്ങനെയല്ല, അവിടെ രീതി അങ്ങനെയല്ല. നമുക്ക് പല വാക്കുകളും പല ഇതും അങ്ങനെയാണ്. ഇത് നമുക്കറിയാം, ഇദ്ദേഹം ഒരു പ്രസിനോട് സംസാരിക്കുമ്പോൾ പറയേണ്ട ഒരു വാക്കായിരുന്നില്ല, കാരണം എല്ലാവർക്കും ഒരുപോലെ ജയിക്കണമെന്നില്ല. അതെ, അത് തീർച്ചയായിട്ടും. ഇപ്പം രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ നേതാക്കളും പാലിക്കേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും. അത് ഒരു പൊതുവേദിയിൽ പറയുമ്പോഴും. പിന്നൊരു കാര്യം, നേരത്തെ നായനാരുടെ കാര്യമൊക്കെ ശരത്ത് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, പണ്ട് കാലത്തൊക്കെ ഇത്തരം പ്രസംഗങ്ങളും, സമൂഹ മാധ്യമമൊന്നും ഇല്ലല്ലോ, ഇത്തരം പ്രസംഗങ്ങളും ഇതിനപ്പുറമുള്ള പ്രസംഗങ്ങളും പല നേതാക്കന്മാരും, കരുണാകരനും നായനാരും ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ സീതി ഹാജി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുണ്ട്. പല രീതിയിൽ അല്പം ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തുന്ന നേതാക്കൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അവരൊക്കെ പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെയൊന്നും പിന്നെ നിലം തൊടിയിക്കില്ല, ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇതിങ്ങനെ ഈ സമൂഹ മാധ്യമങ്ങൾ വലിയ തോതിൽ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട്, നേരെ തിരിച്ചും രാഷ്ട്രീയവും സമൂഹ മാധ്യമവും തമ്മിലുള്ളൊരു കൂടിച്ചേരലൊക്കെ ഇത്തരം വിഷയങ്ങൾ വലിയ തോതിൽ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിലും വലിയ ചർച്ചയാക്കുന്നതിലുമൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം ഓരോ വരിയും നോക്കി നിൽക്കുകയാണ് നമ്മളുടെ വാർത്തകൾ. അപ്പം നമ്മളുടെ ഷാജൻ സാറ് നൽകുന്ന വാർത്തകൾ, അദ്ദേഹം നൽകുന്ന വാർത്തകളിൽ ഓരോ വരികളും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് ഇദ്ദേഹം എന്തെങ്കിലും വേറെ രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പണി കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇദ്ദേഹം പറയുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നവർ ധാരാളം പേരുണ്ട്. നമ്മുടെയൊക്കെ വാർത്തകളിലുണ്ട്. ഒരു വാക്ക് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആലങ്കാരികമായിട്ടൊരു പ്രയോഗം നടത്തി കഴിഞ്ഞാൽ അതേ കയറി പിടിക്കാൻ ആൾക്കാർ നിൽപ്പുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗവും, മാധ്യമ രംഗവും രാഷ്ട്രീയ രംഗവും ഒക്കെ ഇപ്പോൾ അങ്ങനെയാണ്. ഇയാൾ എന്താണ് പറയുന്നത്, ഇയാൾ പറയുന്നതിൽ സ്ത്രീവിരുദ്ധതയുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള നിയമപരമല്ലാത്ത കാര്യങ്ങളുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നവരുണ്ട്. അത് കാലഘട്ടത്തിൻ്റെ മാറ്റം കൊണ്ട് വന്നതായിരിക്കാം. പിന്നെ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല, ഇപ്പം ഏതാണ്ട് അസ്തമിച്ച അവസ്ഥയിൽ തന്നെയാണ് രാഷ്ട്രീയ ധാർമ്മികത. ഇപ്പോൾ രാഷ്ട്രീയക്കാർ അതിനകത്ത് ഇത്തിരി വിരോധം ഇത് കേൾക്കുമ്പോൾ കാണിച്ചാലും കുഴപ്പമില്ല. രാഷ്ട്രീയ ധാർമ്മികതയും രാഷ്ട്രീയ നൈതികതയും ഒന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത്, ഒരു വ്യക്തിയുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നത്, ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്, അതിനൊക്കെ ഒരു മര്യാദയുണ്ട്, സാമാന്യ മര്യാദയുണ്ട്. ഇപ്പോൾ ഒന്നും നോക്കാതെ എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എന്നുള്ളത് മറ്റൊരു കാര്യം അല്ലേ. അതെ, മാത്രമല്ല ഇപ്പോഴത്തെ കാലം ഇപ്പോൾ നമുക്ക് അറിയാം, പണ്ടത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ട് ഇതുപോലെ എന്തും പറയാനുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ കാലം മാറി വരുന്നു, ഓരോന്ന് ഫിൽട്ടർ ചെയ്ത് ഇപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും ഇപ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സിനിമ പോലും നേരെ എടുക്കാൻ പറ്റത്തില്ലാണ് സംവിധായകരുടെ പരാതി. ഒരു പരാമർശം വന്നെങ്കിൽ അത് വെച്ച് അവർക്ക് പിടിച്ചു തൂക്കാം. ഇതേ അവസ്ഥയാണ് ഇപ്പം ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ കുറെ കൂടെ മൈക്കിന് മുന്നിൽ വരാൻ കുറച്ചുകൂടെ പേടിക്കുന്നത്. ചിലപ്പം മുഖ്യമന്ത്രിയെ, പ്രധാനമന്ത്രി ഒന്നും തന്നെ വരാത്തത് ആ ഒരു കാര്യം കൊണ്ടായിരിക്കും. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം എന്ത് പറഞ്ഞാലും ഒരു പിടിവള്ളി മതി. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പം നാടൻ രീതിയിൽ ഇപ്പൊ വീട്ടിലെ ഭാഷയിൽ ഒന്ന് സംസാരിച്ച പോയി കാര്യം പോയി, അത് വെച്ച് എതിരാളികൾക്ക് പിടികൂടാം. അതിപ്പോ ഏത് പൊളിറ്റീഷ്യൻ ആയാലും ഇപ്പം സമൂഹ മാധ്യമങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ജനങ്ങളുമായിട്ട് ഈ രീതിയിൽ ഇടപെടുന്ന ആരായാലും മതി. അത് എടി പോടി എന്ന് വിളിച്ചാലോ അങ്ങനെ വലിയ രീതിയിലുള്ള കാലത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ എതിരാളികൾക്ക് പറ്റിയൊരു ആയുധമാണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു ഇലക്ഷന് മുൻപേ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് അവരെ തന്നെ ഈ ഒരു വടകരയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയേനെ. കാരണം RMPയും UDFും തമ്മിൽ മറ്റ് ബന്ധങ്ങളൊന്നുമില്ല എങ്കിലും പരസ്പര പൂരകങ്ങളായി സഹായിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. RMP വടകരയിൽ KK രമ വിജയിക്കുകയൊക്കെ ചെയ്തു. അത് UDFിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ്. UDFിന്റെ ഭാഗമല്ല RMP. അപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ വടകരയിലെ സ്ഥിതി ആകെ മാറിയേനെ എന്നാണ് പറയുന്നത്. വടകരയിൽ ഷാഫി പറമ്പലിന് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നവരുണ്ട്.
ശൈലജ ടീച്ചർ ജയിക്കുമെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ ആ ഒരു ഷാഫി പറമ്പിലിൻ്റെ മൈലേജ് കുറഞ്ഞു പോയേനെ ഈ ഒരു കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ. തെരഞ്ഞെടുപ്പിന് ശേഷമായിട്ട് തന്നെ ഇത് ഇത്ര വലിയ വിവാദമായി, ഇത്ര വലിയ ചർച്ചയായി. അപ്പം രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ കൊണ്ട് കേരളം ഇങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഇനി ജൂൺ 4 കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നുള്ളത് അറിയില്ല. എന്തൊക്കെ വന്നാലും ശരി, ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെ CPM മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും KS ഹരിഹരനെയോ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോ ന്യായീകരിക്കുകയല്ല. അദ്ദേഹം ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അക്ഷന്തവ്യമായ ഒരു തെറ്റ് തന്നെയാണ്. അദ്ദേഹം അതിന് തീർച്ചയായിട്ടും നിയമ നടപടികൾ നേരിടുക തന്നെ വേണം. അതങ്ങനെ തന്നെ വേണം. സ്ത്രീകളെ, അതും ഒരു ബന്ധവുമില്ലാത്ത ഒരു അഭിനേത്രിയെ അതിലേക്ക് വലിച്ചഴിച്ചു, അതാണ് മറ്റൊരു കാര്യം. അത്തരത്തിൽ പറയേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. പിന്നെ ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞു വന്ന വഴിക്ക് ആലങ്കാരികമായി പറഞ്ഞു പോയതായിരിക്കാം. അത് നമുക്കതിനകത്ത് ഉറപ്പൊന്നുമില്ല. നമ്മൾ ഈ പണ്ടേ പറയാറുണ്ട്, ഇപ്പം നല്ല ഭംഗികൾ കാണാൻ ഐശ്വര്യ റായിയെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് ഐശ്വര്യം എന്നുള്ളൊരു വാക്ക് വരുന്നു. ഇപ്പോഴും ആൾക്കാരെ പറയല്ലോ കാണാൻ ഐശ്വര്യ റായിയോടെ. ഐശ്വര്യ റായിക്ക് ഇപ്പം കാലം മാറി, ഇപ്പം ആ ഒരു ഇതൊക്കെ മാറി. അതുപോലെയാണ് ഇപ്പോഴും പറഞ്ഞ രീതി. അതുപോലെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം വെച്ച് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഓഫീസിൽ വരുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ ചില മാനറിസംസ് ഒക്കെ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ മമ്മൂട്ടി എന്നാണ് വിളിക്കുന്നത്. അതും വെറും അല്ല, മഴയത്ത് മുൻപേലെ ആ സിനിമയിലെ മമ്മൂട്ടി ആയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അപ്പം അദ്ദേഹം മമ്മൂട്ടിയുടെ ആ ഗ്ലാമറും ആ സൗന്ദര്യവും അദ്ദേഹത്തിന്റെ ആ നടപ്പും ശൈലിയും ഒക്കെ അദ്ദേഹം അനുകരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലിയിലുണ്ട്. അതുപോലെ തന്നെ ഐശ്വര്യ റായി, അതുപോലെ വിവിധ അഭിനേത്രിമാരെയും അഭിനേതാക്കളെയും ഒക്കെ തന്നെ പണ്ട് പൊക്കമുള്ളവരെ കയറി അമിതാഭ് ബച്ചൻ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പൊക്കമുള്ളൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, സുരേഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. അദ്ദേഹം ബച്ചൻ അങ്ങനെ വിളിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ ബച്ചൻ എന്നേ അറിയപ്പെടുകയുള്ളൂ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു, പെൻഷനായി. ഇപ്പോഴും ബച്ചൻ എന്ന് പറഞ്ഞാലേ അദ്ദേഹം അറിയുള്ളൂ. കാരണം നല്ല ഹൈറ്റും ആ ഒരു ഗാംഭീര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ ചേർത്ത് വെച്ചതാകാം, അല്ലെങ്കിൽ ആ അവസരോചിതമായ ആ ഒരു പദം പ്രയോഗിച്ചതായിരിക്കാം എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു കാര്യം. പക്ഷേ സ്ത്രീവിരുദ്ധത എന്നുള്ളത് അതിനകത്തുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അദ്ദേഹം അതിൻ്റെ നിയമപരമായ നടപടികൾ നേരിടുക തന്നെ വേണം. പക്ഷേ അതിനെ രാഷ്ട്രീയ ആയുധമാക്കുകയും കൂടുതൽ അത് ഇങ്ങനെ ഫ്ലറിഷ് ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ അതിൽ പരാമർശിക്കപ്പെട്ട സ്ത്രീകൾക്ക് കൂടുതൽ അപമാനകരമായി മാറും എന്ന ഒരു ചിന്ത കൂടി രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നു, അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യുന്നവർ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം ഇത്തരം പ്രസ്താവനകൾ ഇനിയും ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ആത്മപരിശോധന കൂടെ നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം അവരുടെ പാർട്ടിയിൽ തന്നെ ഒരു പീഡനവാരത എന്നപ്പോഴത്തേക്കും തീവ്രത കുറഞ്ഞു പോയി എന്ന് പറയുമ്പോഴൊക്കെയാണ്. കാരണം ഇതിനെക്കാട്ടി വരില്ല, അല്ല അവർക്ക് അവരുടേതായ പാർട്ടി കോടതിയുണ്ട്, പാർട്ടി പോലീസുണ്ട് എന്നൊക്കെ പറയുന്നവർ തന്നെ ആരാച്ചാരും ഉണ്ട്. അങ്ങനെ പല രീതിയിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം നമ്മളിപ്പം കേരളം എല്ലാം കൊണ്ടും നമുക്ക് അഭിമാനിക്കുന്ന ഒരു സംസ്ഥാനമാണ്. മറ്റ് ഇപ്പം ഇന്ത്യ രാജ്യത്തിലെ തന്നെ. പക്ഷെ ഇങ്ങനെ പിറ്റി കാര്യങ്ങൾ വച്ച് അത് വെച്ച് നമുക്ക് പറയില്ലേ, ഇപ്പം എല്ലാവരും പറഞ്ഞു പെണ്ണിന് കുറച്ചുകൂടെ ഇതുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യമല്ല. ഇപ്പം നമ്മൾ മനുഷ്യരായിട്ട് കാണുക, സ്ത്രീകൾക്ക് പ്രത്യേക പ്രിവിലേജ് വേണം എന്ന രീതി കടുംപിടുത്തം കാണിച്ച്, അല്ലെങ്കിൽ അവരെ മറപറ്റി എതിരാളികളെ തർക്കാന്നുള്ള രീതിയൊക്കെ അതൊക്കെ കാലം കഴിയുക. കാരണം അതൊക്കെ വെച്ചിട്ട് ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഇപ്പൊ എല്ലാവരും സമത്വമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന കാലവും കൂടിയാണ്. സ്ത്രീകളെന്നല്ല, ആരെയും അപമാനിക്കാൻ, വ്യക്തിപരമായി അപമാനിക്കാൻ ഒരവകാശവും നിയമപരമായി നമുക്കില്ല, സ്ത്രീയെ ഒട്ടുമില്ല. അപ്പം ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നവർ രാഷ്ട്രീയ നേതാക്കളായാലും സാമൂഹ്യ പ്രവർത്തകരായാലും ഒക്കെ തന്നെ ശ്രദ്ധിക്കുക, വാക്കുകൾ ഉപയോഗിക്കുക. പിന്നെ രാഷ്ട്രീയ നേതാക്കൾക്കാവുമ്പോൾ ഇത്തരത്തിൽ എതിരാളികൾ അത് രാഷ്ട്രീയം ആയുധമാക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. ഇപ്പോൾ സാമൂഹ്യ നേതാക്കളോ അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക പ്രവർത്തകരോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ചയാവും, വാർത്തയാവും, ചിലപ്പോൾ അത് നിയമപരമായി അത് പ്രശ്നമാകും എന്നുള്ളതല്ലാതെ അതൊരു രാഷ്ട്രീയ ആയുധമാക്കി അത് പ്രചരിപ്പിച്ച് ഇത്തരത്തിൽ അതിനെ CPM സൈബർ കമ്മ്യൂണുകൾ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിൻ്റെ ആയാലും BJPയുടെ ആയാലും സൈബർ കമ്മ്യൂണുകൾ കൊണ്ടു നടക്കുകയുമൊന്നുമില്ല. അപ്പം നമ്മൾ രാഷ്ട്രീയ ബോധം എന്നുള്ളത് ഇപ്പോൾ KS ഹരിഹരനെ പോലുള്ള ആളുകൾക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. മുതിർന്ന നേതാവ് തന്നെയാണ്. അപ്പം രാഷ്ട്രീയ ബോധം എന്താണ്, അത് മറ്റൊരു വ്യക്തിയെ ഇപ്പോൾ വിമർശിക്കാം. അത് വിമർശിക്കുന്നതിനും ഒരു മാന്യതയുണ്ട്, ഒരു പരിധിയുണ്ട്. എന്തിനും രാഷ്ട്രീയമായ വിമർശനങ്ങൾ രാഷ്ട്രീയമായി തന്നെ നിലനിൽക്കട്ടെ. അതിലേക്ക് സ്ത്രീവിരുദ്ധതയും മറ്റും കടന്നു വരാതിരിക്കട്ടെ. സ്ത്രീവിരുദ്ധത എന്നല്ല, വ്യക്തിവിരുദ്ധത കടന്നു വരാതിരിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. കാരണം ഇത് മുതലെടുക്കാനും അല്ലെങ്കിൽ ഇതിനെ കൊണ്ടു നടക്കാനും ഒക്കെ പലരും ശ്രമിക്കും എന്നുള്ളതും മറ്റൊരു കാര്യം. ഈ സ്ത്രീവിരുദ്ധ പോയിട്ടുണ്ട്. സ്ത്രീവിരുദ്ധ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു തീർക്കാനുള്ളത് സ്ത്രീവിരുദ്ധത തുടങ്ങിയെങ്കിലും ഇതിപ്പോ ഒരു കയ്യാങ്കളിയിലേക്ക് പോയി. ഒരു വീട് അത് തന്നെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോകാം. ഒരു വലിയ പ്രശ്നത്തിലേക്ക്, ഒരു സംഘർഷത്തിലേക്ക് ഇത് പോകാനുള്ള സാധ്യത നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ, നമ്മുടെ നാടിന്റെ ആ സമാധാനം കളയാനുള്ള, ആ ഒരു സമാധാന ബോധ്യം തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു സംഭവത്തിലേക്ക് അത് ചിലപ്പോൾ കടന്നു ചെന്നേക്കാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും പ്രസംഗകരുമൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും എന്ന് പറയുന്നു. അപ്പം ലൂസ് ടോക്ക് ഇന്ന് പൂർത്തിയാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.